നമസ്കാരം. ഞാൻ ഡോക്ടർ സജി പി ഒ തോമസ്, സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ അങ്കമാലി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുട്ടുസന്ധിയുടെ തേയ്മാനവും അതിൻ്റെ ചികിത്സയെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മുട്ടിൻ്റെ തേയ്മാനം ഒരു നോർമൽ എല്ലാ ആൾക്കാരിലും കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ്. പ്രായം കൂടുന്നതനുസരിച്ച് മുട്ടുവേദന എല്ലാവർക്കും വരും. അതിനകത്തുനിന്ന് കുറേ പേർക്ക് അത് തേയ്മാനം കാരണം കൊണ്ടായിരിക്കാം. തേയ്മാനം വരേണ്ട കാരണം രണ്ടാണ്. ഒന്ന്, പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് കാലക്രമേണ നമ്മുടെ മുട്ടിൻ്റെ സന്ധികൾ തേഞ്ഞു പോകുന്നതും അതിൽ കാരണം കൊണ്ടുണ്ടാകുന്ന വേദനയും കൊണ്ടാണ് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് വേറെ വല്ല അസുഖങ്ങൾ കാരണം കൊണ്ട്, ചില വാദങ്ങൾ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നമ്മുടെ മുട്ടിന് ക്ഷതം പറ്റിയ കാരണം കൊണ്ടോ, അല്ലെങ്കിൽ ഒടിവ് സംഭവിച്ച കാരണം കൊണ്ടോ, ആ കാരണം കൊണ്ട് തേയ്മാനം വരുമ്പോഴാണ് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസിനും ട്രീറ്റ്മെൻറ്റ് ഏകദേശം ഒരുപോലാണ്. എക്സെപ്റ്റ് വാദം കൊണ്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് അതിന് ചില പ്രത്യേക മരുന്നുകൾ വേണ്ടി വരും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രായം കൊണ്ടുണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ പറ്റിയാണ്. ഇത് കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. ഒരു 3:1 റേഷ്യോ, 3 പെണ്ണുങ്ങൾ കാണുമ്പം ഒരു ആണിന് ഇതുണ്ടാകും. സാധാരണ ഇത് ഫീമെയിൽസിൽ വരുന്നതിൻ്റെ കാരണം കൂടുതലും അവരുടെ ശരീരഭാരം അവരുടെ പ്രായം കൂടുന്നതനുസരിച്ച് കൂടുന്നതിൻ്റെ കാരണം കൊണ്ടൊക്കെയാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് ഒരു 3-4 സ്റ്റേജസ് ഉണ്ട്. തുടക്കത്തിലെ സ്റ്റേജിൽ നമുക്ക് മരുന്നും കൊണ്ട്, ടാബ്ലറ്റ്സും കൊണ്ടും, ചില എക്സസൈസുകൾ കൊണ്ടും, പിന്നെ അവരുടെ ആക്ടിവിറ്റി മോഡിഫിക്കേഷനും കൊണ്ടും നമുക്കിത് കൺട്രോളിൽ വെക്കാം. പക്ഷേ കാലക്രമേണ ഇത് കൂടുക തന്നെ ചെയ്യും. ഇത് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികളും മാറും. അപ്പം നമുക്ക് ഇതെന്താണ് തേയ്മാനം ഉണ്ടാകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു മുട്ടിൻ്റെ ജോയിൻ്റാണ്. ഇത് നമ്മുടെ തുടയെല്ലും ഇത് നമ്മുടെ കാലിൻ്റെ എല്ലും. ഈ തുടയെല്ലിൻ്റെയും കാലിൻ്റെ എല്ലിൻ്റെ മണ്ടയ്ക്ക് തരുണാസ്ഥി എന്ന് പറഞ്ഞൊരു കാർട്ടിലേജ് എന്ന് മെഡിക്കൽ ലാംഗ്വേജിൽ പറയുന്നൊരു ടിഷ്യൂ ഉണ്ട്. ഈ ടിഷ്യൂ നോർമലായിട്ടിരിക്കുമ്പോൾ നമുക്ക് മൂവ്മെൻറ്റ്സ് ഫ്രീ ആയിട്ടും വേദന ഇല്ലാതും ഈ സന്ധി നമുക്ക് ചലിപ്പിക്കാനും പറ്റും. കാലക്രമേണ ഇതിന് തേയ്മാനം സംഭവിക്കുമ്പം ചില ഭാഗത്ത് ഈ തരുണാസ്ഥി തേഞ്ഞു പോകുമ്പം ഇതിന് തുടക്കത്തിൽ നമുക്ക് വേദനകൾ സംഭവിക്കും. ഈ വേദനകൾ തുടക്കത്തിൽ നമുക്ക് മരുന്നും കൊണ്ട്, ഞാൻ പറഞ്ഞ പോലെ മരുന്നും കൊണ്ടും ആക്ടിവിറ്റി മോഡിഫിക്കേഷനും കൊണ്ടും ഫിസിയോതെറാപ്പി കൊണ്ടൊക്കെ കുറയ്ക്കാം. കാലക്രമേണ ഈ തേയ്മാനം കൂടിക്കൂടി വന്നാൽ നമുക്ക് ഈ തരുണാസ്ഥി കൂടുതൽ തേഞ്ഞു പോയി കഴിയുമ്പം നമുക്ക് മരുന്നുകളോ ഈ എക്സസൈസോ ഒന്നും സാധാരണ രീതിയിൽ ഫലിക്കാൻ സാധ്യത കുറവാണ്. അങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ പേഷ്യൻസിന് മുട്ടിനകത്ത് ചില സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് ഒക്കെ കൊടുത്ത് ഇച്ചിരൂടെ കാലം അവരുടെ വേദന കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഈ ഇഞ്ചെക്ഷൻസ് കൊടുത്താലും ഇതിനൊരു കാലാവധി, ഒരു പെർമനൻറ്റ് ക്യൂറല്ല. ഇതിനൊരു 6 months to 1 year നമുക്ക് ഈ വേദനകൾ കുറയ്ക്കാൻ പറ്റും. ഐഡിയലി 1 or 2 കൂടുതൽ ഇഞ്ചെക്ഷൻസ് മുട്ടിനകത്ത് എടുക്കുന്നത് നല്ലതല്ല. ആ കാരണം കൊണ്ട് നമ്മുടെ വേദന കുറഞ്ഞില്ലെങ്കിൽ, വേദന കൂടിക്കൂടി പോവുകയാണെങ്കിൽ, പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആണ്. മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തേഞ്ഞു പോയ തരുണാസ്ഥി നമ്മൾ ക്ലിയർ ചെയ്ത് മുട്ടിൻ്റെ തുടയുടെ എല്ലിൻ്റെ അറ്റത്ത് ഇതുപോലൊരു മെറ്റിൽ ഘടിപ്പിച്ച്, കാലിൻ്റെ എല്ലിൻ്റെ മണ്ടയ്ക്ക് ഒരു മെറ്റിൽ ഘടിപ്പിച്ച്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് ഇൻസേർട്ട് എന്ന് പറയുന്ന സാധനം വെച്ച് നമ്മളിത് റീപ്ലേസ് ചെയ്യുകയാണ് കാര്യം. സ്ഥിരമായിട്ടിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽസുകളിലെല്ലാം ചെയ്തു വരുന്നൊരു ശസ്ത്രക്രിയയാണ്. എന്നാലും ചില ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഭയങ്കര സംശയങ്ങളും, ഇത് ചെയ്താൽ മുട്ട് ശരിയാകുമോ, ഇത് ചെയ്താൽ നടക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ള ചില ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം ആർക്ക് ഏത് പ്രായത്തിൽ ഈ മുട്ടുമാറ്റിവെക്കൽ ചെയ്യാം? ഇന്നത്തെ ആധുനിക കാലത്തെ പ്രോസ്തസിസും റീപ്ലേസ്മെൻറ്റ് സർജറിയുടെ ടെക്നീക്സും കൊണ്ട് നമുക്ക് ഏത് പ്രായത്തിലും നമുക്കിത് ചെയ്യാം. പക്ഷേ ഈ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാലക്രമേണ പ്രായമുള്ളവരിലുണ്ടാകുന്നതുകൊണ്ട് നമുക്ക് ഇത് ഒരു സാധാരണ രീതിയിൽ ഒരു 45-50 ഏജിലാണ് ഈ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഇത് തുടക്കം വരുന്നത്. യൂഷ്വലി നമുക്കിതൊരു 60-65 വയസ്സിൽ വളരെ കൂടുതൽ തേയ്മാനം വരുമ്പം നമുക്ക് ഈ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. ഇതിൽ ചെറുപ്പമുള്ളവർക്കും അവരുടെ സിംറ്റംസ് കൂടുതലാണെങ്കിൽ അവരിലും ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ചെയ്താൽ ഇതിൻ്റെ കാലാവധി എത്രയും നാൾ നിൽക്കും? ഈ ജോയിൻറ്റ്സ് നമ്മൾ
നോർമലായിട്ട് ഉപയോഗിച്ചു വിത്തൗട്ട് ക്രിയേറ്റിംഗ് നമ്മുടെ ബോഡി വെയ്റ്റ്സ് കുറച്ചു, നമ്മൾ എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിനൊരു 20 to 25 ഇയേഴ്സ് കാലാവധി കിട്ടും. പിന്നെയുള്ള സംശയം, ഇത് ഓപ്പറേഷൻ ചെയ്താൽ എനിക്ക് മുട്ട് മടക്കാൻ പറ്റുമോ, മുട്ട് വളയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്. ഇത് ഓപ്പറേഷൻ ചെയ്താൽ പിറ്റേ ദിവസം ചില പേഷ്യൻസിന് നമുക്ക് അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത ദിവസം തന്നെ നമുക്ക് പേഷ്യൻസിനെ ഫുൾ വെയിറ്റ് കൊടുത്ത് നടത്തിവെക്കാം. അല്ലെങ്കിൽ ചിലർക്ക് പിറ്റേ ദിവസം തൊട്ട് നടക്കാൻ തുടങ്ങാം, മുട്ട് മടക്കാനും നൂർക്കാനും തുടങ്ങാം. ഇവരുടെ രണ്ടാമത്തെ ചോദ്യം വരുന്നത്, നമുക്ക് മുട്ട് എത്രയും മാത്രം മടക്കി കിട്ടും, അല്ലെങ്കിൽ എൻ്റെ മുട്ടിനെയും പിന്നെ മടങ്ങുമോ? ഇതിന് നമുക്ക് ഫുൾ മൂവ്മെൻറ്റ്സ്, നമുക്ക് ഓപ്പറേഷൻ്റെ മുന്നേ എത്രയും മാത്രം മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു അത്രയും മൂവ്മെൻറ്റ്സ് തന്നെ നമുക്ക് തിരിച്ച് കിട്ടും. അടുത്തത് ആൾക്കാർക്കുള്ള സംശയമാണെന്ന് പറഞ്ഞാൽ, ഈ ഓപ്പറേഷൻ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കുമോ എന്നല്ല. ആണോ, ഇത് ഓപ്പറേഷൻ ചെയ്താൽ എത്ര നാൾ എനിക്ക് വേദന എടുക്കും? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ അനസ്തറ്റിക് മാനേജ്മെൻറ്റും പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ മാനേജ്മെൻറ്റും കൊണ്ട് നമുക്ക് ഈ ഓപ്പറേഷൻ ലിറ്ററലി ഒരു പെയിൻ ഫ്രീ ആക്കി ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ്റെ സമയത്ത് യൂഷ്വലി സ്പൈനൽ അനസ്തീസിയ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ അനസ്തീസിയയുടെ അടിയിലായിരിക്കും ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓപ്പറേഷൻ ചെയ്യുമ്പം പേഷ്യൻസിന് ഒരു വേദനയോ ഒന്നുമേ അറിയത്തില്ല. പിന്നെ ഈ എപ്പിഡ്യൂറൽ അനസ്തീസിയ ആയതുകൊണ്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഈ എപ്പിഡ്യൂറൽ വഴി വേദന കുറയ്ക്കാനുള്ള മരുന്നുകളും തന്നാൽ പേഷ്യൻസിന് ഒരു വളരെ കൂടുതൽ പെയിൻ റിലീഫ് ഉണ്ടാകും. അപ്പം പിന്നുള്ള ദിസ്റ്റിങ്സ്, എനിക്ക് ഫുൾ റിക്കവറി എന്നത്തേക്ക് പറ്റും, എന്നത്തേക്ക് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ഡ്രൈവിങ് നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാം. മിക്കവാറും എല്ലാ പേഷ്യൻസിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഡേ തൊട്ട് നടക്കാനും മുട്ടുമടക്കാനും എല്ലാം പറ്റും. പക്ഷേ ഒരു ഫുൾ റിക്കവറി ഏകദേശം ഒരു 2.5 to 3 months കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ പഴയ കാര്യത്തിലോട്ടെല്ലാം തിരിച്ചു പോകാം. പിന്നെ ഈ ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എല്ലാം സ്ട്രിങ്ങിലാണെങ്കിൽ പിന്നെ അതിന് കോംപ്ലിക്കേഷൻസ് ഇല്ല എന്നൊരു ചോദ്യം വരും. യെസ്, കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ, അത് ഏത് സർജറിയുടെ അകത്ത് പോലെ തന്നെ ഇൻഫെക്ഷനാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. ഇൻഫെക്ഷൻ വരുന്നത് നമ്മുടെ ശരീരത്തിലെ അണുബാധയും കൊണ്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ സമയത്തുണ്ടാകുന്ന ചില പേഷ്യൻസ്, ഒരു 2% ആൾക്കാർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് മാനേജ്മെൻറ്റ് അനുസരിച്ച് നമ്മൾ ടോട്ടലി ഹൈലി സ്റ്റെറൈൽ ലാമിനാർ എയർ ഫ്ലോ തിയേറ്റർ, പിന്നെ ബോഡി സൂട്ട് ഉപയോഗിച്ചുള്ള ഓപ്പറേഷൻസൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻഫെക്ഷൻസ് വളരെ വളരെ കുറവാണ്. എന്നാലും ഒരു 2% പേഷ്യൻസിന് ഈ ഇൻഫെക്ഷൻ കാണും. ഇത് ഉണ്ടാകാതിരിക്കാൻ പ്രീ ഓപ്പറേറ്റീവ്ലി നമ്മൾ എല്ലാ പേഷ്യൻസിനെയും ഡെൻ്റൽ, ENT, ലേഡീസ് ആണെങ്കിൽ ഗൈനക് ചെക്കപ്പ് ഇതെല്ലാം ചെയ്ത് ശരീരത്തെങ്ങും ഇൻഫെക്ഷൻ ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് ഇവരെ സർജറിക്ക് വിധേയമാക്കത്തുള്ളൂ. പിന്നത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കാലിൻ്റെ രക്തക്കുഴലിൽ ചിലപ്പം ക്ലോട്ടിങ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അതിനും നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരിയഡിൽ ഈ ക്ലോട്ടിങ് വരാതിരിക്കാനുള്ള മരുന്നുകൾ തരും. പിന്നെ അടുത്ത കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ചിലർക്ക് ഈ മുട്ടിൻ്റെ സ്റ്റിഫ്നെസ് വരാൻ ഉള്ള സാധ്യതയുണ്ട്. ഈ സ്റ്റിഫ്നെസ് വരാതിരിക്കാൻ നമ്മൾ ഫസ്റ്റ് ഡേ തൊട്ടേ ആക്റ്റീവ് എക്സസൈസുകൾ തുടങ്ങും. ഇതാണ് ഉള്ള യൂഷ്വൽ കോംപ്ലിക്കേഷൻസ്. പിന്നെ ചിലർക്ക് ചോദ്യമുണ്ട്, ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറേ നാൾ ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഫിസിയോതെറാപ്പിയുടെ ആവശ്യം വളരെ ചുരുക്ക പേഷ്യൻസിനേ ഉള്ളൂ. ചിലർക്ക് മടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഫിസിയോതെറാപ്പി വേണ്ടി വരുന്നത്. 90% ആൾക്കാർക്കും അവർക്ക് തന്നെ ചെയ്യുന്ന എക്സസൈസ് തന്നെ അവർക്ക് മതി. അവർക്ക് ആ എക്സസൈസ് ഡോക്ടർ പറയുന്ന പോലെ ചെയ്താൽ വിത്തിൻ 2 to 3 weeks ഫുൾ മൂവ്മെൻറ്റ്സ്, പ്രീ ഓപ്പറേഷന് മുന്നേ ഉള്ള മൂവ്മെൻറ്റ്സ് തന്നെ തിരിച്ച് കിട്ടും. നെക്സ്റ്റ് ഇതാണ്, നമുക്ക് 2 മുട്ടും ഒരുമിച്ച് മാറ്റി വെക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലഘട്ടത്തിലെ അനസ്തീസിയയിലെ ഇമ്പ്രൂവ്മെൻറ്റ്സ്, സർജിക്കൽ ടെക്നീക്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കാരണം കൊണ്ട് ഞാൻ എല്ലാ പേഷ്യൻസും ചെയ്യാൻ പറ്റുന്നതല്ല. അത് പേഷ്യൻസിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ഡോക്ടർ തീരുമാനിക്കും നിങ്ങളുടെ 2 മുട്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇതിന് അവർ ഏജ് നോക്കും. ഏജ് 70യുടെ താഴെയാണെങ്കിൽ പ്ലസ് വേറെ കോമോർബിഡിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട്, ഡയബറ്റിക്, വെരിക്കോസ് വെയിൻസ്, ഇതൊന്നും അങ്ങനത്തെ ചില കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് 2 മുട്ടും ഒരുമിച്ച് മാറ്റിവെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം, ഡയബറ്റിക് പ്രോബ്ലംസ് ഉള്ള വിത്ത് ഇൻക്രീസ്ഡ് ഏജ് ആണെങ്കിൽ
നമ്മൾ സാധാരണ രീതിയിൽ വൺ ആഫ്റ്റർ ദി അതർ ആണ് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള സ്വാഭാവിക ക്വസ്റ്റ്യനാണ് വൺ ആഫ്റ്റർ ദി അതർ ചെയ്യുമ്പോൾ ഈ രണ്ട് നീയുടെ ഗ്യാപ്പ് എത്രയും വെച്ച് ചെയ്യാം. യൂഷ്വലി 3 to 4 വീക്സിൻ്റെ ഡിഫറൻസ് വെച്ച് നമുക്ക് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. ഇതാണ് ചുരുക്കത്തിൽ മുട്ട് തേയ്മാനവും നീ റീപ്ലേസ്മെൻറ്റിനെ പറ്റി ഉള്ള ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. താങ്ക് യു.